രാജു പി നായർ ഇതിപ്പോ ഒരു സംസ്ഥാനം മുഴുവനും ഒറ്റ മനസ്സോടുകൂടി നിന്ന് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ തിരികെ കിട്ടണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം വെച്ചുകൊണ്ട് ഒക്കെ. പക്ഷെ മറ്റൊരു സംസ്ഥാനത്ത് നടന്ന കാര്യമാണ്. നമുക്ക് ഇടപെടുന്നതിനൊരു പരിമിതിയുണ്ട്. നമ്മുടെ ഈ ഒരു വേദനയോട് പ്രോപ്പറായി പ്രതികരിക്കുന്നില്ല അവിടുത്തെ സംവിധാനങ്ങൾ എന്നൊരു പരാതി അവരുടെ കുടുംബത്തിനുണ്ട്. ശ്രീ രാജു പി നായർ, തീർച്ചയായും അവർക്ക് അങ്ങനത്തെ ഒരു പരാതിയുണ്ട്. അവരുടെ പരാതിയെ നമുക്ക് ഒരിക്കലും അവഗണിക്കാനും സാധിക്കില്ല. കാരണം അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എന്ത് സംഭവിച്ചു എന്നറിയാതെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ മാത്രമല്ല, ആ അർജുൻ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ചെറിയ പോരായ്മ കണ്ടാൽ നമുക്കതിനകത്ത് പ്രതികരിക്കേണ്ടി വരും. അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. പക്ഷെ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ അവിടെ കർണാടകയിലുള്ള ശ്രീ ഡി കെ ശിവകുമാറിൻ്റെ ഓഫീസുമായിട്ടും അതുപോലെ തന്നെ കൃഷ്ണബൈരഗൌഡയുടെ ഓഫീസുമായിട്ടും മന്ത്രിമാരുടെ ഓഫീസും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. അതുപോലെ തന്നെ ശ്രീ കെ സി വേണുഗോപാൽ MP-യുടെ ഓഫീസുമായിട്ടും ബന്ധപ്പെട്ടു. ഓരോ മണിക്കൂറിലും ഇവർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇത് വിഷയങ്ങളെ സംബന്ധിച്ച് അപ്ഡേറ്റ് കൊടുക്കുന്നത്. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ വലിയ ഒരു അത്യാഹിതമാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 400-500 മീറ്ററിനടുത്ത് മല ഇടിഞ്ഞ് വന്നിരിക്കുകയാണ്. ഏകദേശം കണക്കുകൾ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ചില മാധ്യമങ്ങളിൽ ഞാൻ കണ്ട 60,000 ടണ്ണോളം ആണ് മണ്ണ് ഒലിച്ചു വന്നിരിക്കുന്നത്. അതിൽ പല രീതിയിൽ ഉള്ള പ്രശ്നമുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് ഗംഗാവല്ലി പുഴ അത് നിറഞ്ഞൊഴുകിയാണ്. അതിലേക്ക് LPG നിറച്ച ഒരു ലോറി ഉൾപ്പെടെ അതിനകത്തേക്ക് പോയ സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ വലിയ മൾട്ടി ഫേസഡ് ആയിട്ട് പല രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവിടെയുണ്ട്. ഇന്നലെ വരെ വലിയ മഴയാണ്. ആ വലിയ മഴയത്ത് ഈ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഇതിനു മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങി ഏകദേശം 7ഓളം ഡെഡ് ബോഡികൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. കാരണം അത് അവിടെ നടത്തിയിരുന്ന കടയുടെ ജീവനക്കാർ അല്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെയുള്ളവരുടെയാണ് ഡെഡ് ബോഡീസ് അവിടെ കിട്ടിയിരിക്കുന്നത്. 2 ട്രക്ക് ഡ്രൈവർമാരുടെയും കിട്ടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അർജുൻ്റെ ഒരു ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നറിയുന്നത് ഏകദേശം 16-ാം തീയതി വൈകുന്നേരമാണ്. 16-ാം തീയതി വൈകുന്നേരമാണ് ബഹുമാനപ്പെട്ട കോഴിക്കോട് MP ശ്രീ M K രാഘവന്റെ അടുത്ത് കുടുംബം ചെന്നിരുന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ അത് കർണാടകയിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ടും അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടും ഉൾപ്പെടെയുള്ളവരോട് അത് സംസാരിച്ചു. അവിടെ നിന്ന് നമ്മളെ സംബന്ധിച്ചുള്ള അർജുന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ അവിടെ നിന്ന് ആരംഭിച്ചു. അവിടെ നിന്നാണ് മാധ്യമങ്ങളിലേക്കുള്ള വിവരങ്ങൾ വരുന്നത് ഉൾപ്പെടെയുള്ളത്. ഇന്നലെ മിനിഞ്ഞാന്നാണ് ഇത് വരുന്നത്. അതിനുശേഷം ഇന്നലെ അവിടെ വലിയ, ഞാൻ പറഞ്ഞല്ലോ, മഴ ഉൾപ്പെടെ റെഡ് അലർട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. വലിയ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നു. നമുക്കറിയാം, റഡാർ സംവിധാനം ഉൾപ്പെടെ അവിടെ ചെന്നിട്ട് അത് ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. കാരണം അത്രയും വലിയ ശരിയാണ്, ഭീതിയുണ്ട്. അവിടെ ജീവൻ പണയം വെച്ചാണ് രക്ഷാപ്രവർത്തകർ പണിയെടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിനിടയിൽ നമ്മളിലൊരാളെ കൈവെക്കാൻ മാത്രം പോന്ന ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ഒരു സംവിധാനം കാണിക്കുന്നു എന്നുള്ളത് ഒക്കെ പ്രശ്നമാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം.